ഞാന് ഇപ്പൊ ഉള്ളത് നമ്മളുടെ കുടുംബശ്രീന്റെ ഒക്കെ ജനകീയ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ജനകീയ ഹോട്ടലിലാണ്. വൈലത്തൂരില് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീന്റെ കീഴിലുള്ളതാണ് കേട്ടോ. ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് പൊട്ടുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു സാധാരണ പോലെയുള്ള ഭക്ഷണമല്ല. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണം അല്ലെങ്കിൽ വീട്ടിലെ ഊണ് എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ കാണാറില്ലേ, അത്തരത്തിലുള്ള വീട്ടിലെ ഊണ് വെറും 30 രൂപക്ക് മീൻകറിയും അതുപോലെ സാമ്പാറും പിന്നെ പപ്പടവും ഉപ്പേരിയും അച്ചാറും വേറെ എന്തൊക്കെയോ സൈഡ് ഒക്കെ ഉള്ള നല്ല കേരള ഭക്ഷണം. അത് ആദ്യം ഒരു 20 രൂപക്കാ കൊടുത്തിരുന്നത്. എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധി കുടുംബശ്രീക്ക് വന്ന സമയത്ത്, സബ്സിഡിന്റെ ഒക്കെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇവർ ഇത് എടുത്ത് ഒഴിവാക്കി. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന അതാണ്. ഇപ്പൊ അങ്ങനെ 30 രൂപക്കാണ് ഇവർ ഈ കുടുംബശ്രീന്റെ ഈ ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. നമ്മള് വേണമെങ്കിൽ ഇവിടുന്ന് മീനും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും, ചെറിയ വിലയേ ഉള്ളൂ. അപ്പൊ 30 രൂപക്ക് അടവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല മീന് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. അപ്പൊ ഒരാള് ഒരു ചോറും മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 50 രൂപ 60 രൂപക്കൊക്കെ നല്ല വയറ് നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഒരു ആഡംബരം എന്നൊക്കെ പറയുന്ന പോലെ 30 രൂപ ഉണ്ടെങ്കിൽ ഈ പപ്പടവും ഇതെല്ലാം കൂട്ടിയിട്ടുള്ള നല്ല ഫുഡ് കിട്ടുന്ന സംവിധാനങ്ങൾ നമ്മളെ നാട്ടിലും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ആരും അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇവിടെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് അധികവും ഈ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെയാണ് ഇത്തരം ഹോട്ടലുകളിൽ നമ്മൾ എപ്പോഴും കാണുക. തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ ജോലി ആവശ്യാർത്ഥം വന്ന ആളുകൾ അവർ ഇങ്ങനത്തെ ഹോട്ടലുകളായിരിക്കും തിരയുന്നതെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കേട്ടത് അതാ. അത് മാത്രമല്ല, നമ്മൾക്ക് ഇനി ഉപ്പേരിയൊക്കെ കഴിയുന്ന സമയത്ത് ഉപ്പേരി വീണ്ടും ചോദിക്കാം. എന്ത് കാര്യങ്ങളാണെങ്കിലും വീണ്ടും ചോദിച്ചാൽ അവര് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന നമ്മളെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഓര് തുടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണശാലയിൽ അവരെ ഭാഗത്തു നിന്നുള്ള ഹെൽപ്പ് ഭക്ഷണത്തിന്റെ കാര്യത്തിലും നല്ല ടേസ്റ്റിയാണ്, എല്ലാം ഉണ്ട്. നമ്മളിപ്പോ ഹോട്ടല് കാണാൻ ചിലപ്പോ സാധാരണ ഉള്ള പൊതു ഹോട്ടലുകളെ പോലെ അത്ര വലിയൊരു സെറ്റപ്പ് ഒന്നും അല്ലെങ്കിൽ പോലും ഇവിടെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചു നോക്കണം. 30 രൂപ വരുന്നേ ഉള്ളൂ. ആ 30 രൂപക്ക് വയറ് പൊട്ടുന്നത് വരെ ഭക്ഷണവും കഴിക്കാം. അത് മാത്രമല്ല നല്ല രീതിയിൽ ഉള്ള സർവീസും ഇവർ തരുന്നുണ്ട്. നമ്മൾ ഒരു ബ്ലോഗായിട്ടോ അങ്ങനെ നിങ്ങളെ അടുത്ത് ഇതൊരു മറ്റേ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ എന്നല്ല, നമുക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ നിങ്ങളുടെ അടുത്ത് പറയണം. എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ നഗരസഭകളിലും ഇത്തരം സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഇവരിപ്പോ 20 രൂപക്ക് ഇതേ ഭക്ഷണം മുന്നേ കൊടുത്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് അവരുടെ തന്നെ റിസ്കിൽ 30 രൂപക്ക് ഇപ്പോൾ അവർ കൊടുക്കുകയാണ്. ഇപ്പോൾ സർക്കാരിന്റെ സഹായം ഇതിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. എന്നാലും വലിയൊരു നല്ല കാര്യമാണ് നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഭക്ഷണശാലകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഹോട്ടലിന്റെ മറ്റുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, വെറുതെ ചോറുമായിട്ട് ഇങ്ങനെ വരികയാണ്. നമുക്ക് വേണോ വേണ്ടതെന്നല്ല, അത്രയും നല്ല സർവീസാണ് ഇവർ തരുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരാൾ ഭക്ഷണം കഴിച്ച് കഴിയുന്നത് അവർ നോക്കി നമ്മൾ ചോദിക്കാനൊന്നും നിൽക്കണ്ട, നമ്മൾ അടുത്ത് തന്നെ ഇവരെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ കേട്ടോ. കുറച്ച് മുമ്പ് നമ്മളെ കോവിഡ് ആദ്യം വന്ന സമയത്താണ് സ്റ്റാർട്ടിങ് അത്താണിക്ക് സ്കൂളിൽ തുടങ്ങി. അങ്ങനെ അത് അവിടുന്ന് ഇതായതിനു ശേഷം പിന്നെ ജനകീയ ഹോട്ടലായി. കേരളത്തിൽ എല്ലായിടത്തും ഇതേ സമയത്ത് തന്നെയാണോ ഇത് തുടങ്ങിയത് ജനകീയ ഹോട്ടലുകൾ? എല്ലാ ഉദ്ദേശം എന്താണ്? സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് കഴിക്കാനുള്ളതാണ്. കാരണം പാവപ്പെട്ടവർക്ക് കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ നല്ല ഭക്ഷണങ്ങളല്ല എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ പാവപ്പെട്ടവർക്കും വേണ്ട നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം അവർക്കും കഴിക്കണ്ടേ? അങ്ങനെ തന്നെ ആ രീതിയിലാണ് അങ്ങനെ ആളുകൾ നല്ലോണം വരാറുണ്ടോ? നല്ല വന്നായിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ഇപ്പൊ പണിക്കാർക്കൊക്കെ പണി കുറവായ കുറവായിട്ട് അവരൊക്കെയാണ് കൂടുതലും വരുന്നത്. ഭക്ഷണത്തിന്റെ കൗണ്ടറിൽ തിരക്കിലാട്ടോ നമ്മൾ പറയുമ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാണോ ഷോപ്പ് എന്താ സംഭവം? നാനോ ഷോപ്പ് പറഞ്ഞാല് കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളെ ഇതൊക്കെ കുടുംബശ്രീ 5 രൂപ പിന്നെ കൊണ്ട് തന്നേക്കുന്നു. ഇങ്ങനെ കുടുംബശ്രീന്റെ തന്നെ ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ കുടുംബശ്രീ എംബ്ലതാ. ഇത് കുടുംബശ്രീ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വിൽക്കാൻ ഇങ്ങനെ ഒരു കൗണ്ടറുകള്. അതിനാണ് നാനോ ഷോപ്പ് ഗവൺമെന്റ് ഇത് വെച്ചത് തന്നെയാണ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്. കുടുംബശ്രീ അംഗങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ പൊന്മുണ്ടത്ത് ഉണ്ടാക്കിയതാണോ? പൊന്മുണ്ടത്തുള്ള ഓരോ അയൽക്കൂട്ട അംഗങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് ആരാ കൊടുക്കുന്നത്? അത് ഗവൺമെന്റ് കൊടുക്കുന്നതന്നെ. അവര് അങ്ങനെ ഒരു വിഭാഗത്തിന് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? മാർക്കറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഷോപ്പുകൾ. ഇതിനായിട്ട് വേറെ ഷോപ്പുകളുണ്ട്. പിന്നെ മാസത്തിലോരോ ചന്തകൾ നടത്തുന്നുണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ. അത് ഈ ഓണച്ചന്തകൾ അങ്ങനെയൊക്കെ വരുന്ന അവിടെ ഇവര് വിൽക്കാറുണ്ട്. ഇങ്ങനത്തെ ഇത് ഫ്ലോർ ക്ലീനർ അല്ലേ? 500 ml ഇത് എത്ര രൂപ വരുന്നു? 120 രൂപ ആഴ്ചന്റെ. അത് പ്രശ്നമില്ല, 120 രൂപ. അപ്പൊ ഇത് MRP 120 രൂപ. നമ്മള് മറ്റുള്ള ഈ എന്താ പറയാ സാധനങ്ങളൊന്നും ചേർക്കാത്ത രീതിയിലുള്ള കെമിക്കലൊന്നും ആഡ് ചെയ്യാത്ത രീതിയിൽ വരുന്ന പ്രോഡക്റ്റുകൾ അല്ലേ? ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും തിരക്കുള്ള സമയമാണ്. നമ്മള് കേസിനെ
കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞപ്പോ ചോദിച്ചു മാത്രം. എന്തായാലും നിർത്തട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മള് പൊന്മുണ്ടത്ത് ഉണ്ടെന്നുള്ളത് കുറെ പേർക്ക് ഇത് അറിയില്ല. അപ്പൊ അവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും എല്ലാവരും ഇത്തരം ഹോട്ടലുകൾ എപ്പോഴും കാണുക, അല്ലെങ്കിൽ ഇത്തരം ഹോട്ടലുകളിൽ എപ്പോഴും വന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക.